ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ഒരു കപ്പ് അവലും 2 മുട്ടയും വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു കപ്പ് വെള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും നല്ല കട്ടിയുള്ള വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവലാണെങ്കിലും നമുക്ക് ഈ റെസിപ്പിയിലോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ആ അവലിനെ ഒരു വലിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ അവലിൽ മുങ്ങി നിൽക്കാൻ കണക്കിന് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണോട് നമുക്ക് ഇതേപോലെ ഇതാ ഒന്ന് കലക്കി ഒന്ന് ചുറ്റിച്ചൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് കളഞ്ഞെടുക്കാമേ. അപ്പോൾ ഇതാ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് നമ്മുടെ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ആ ബൗളിലോട്ട് തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്നൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ അവലൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി, വെള്ളമൊക്കെ ആ നമ്മുടെ അവലിലോട്ട് ഒന്ന് പിടിച്ചിറങ്ങി നമ്മുടെ അവലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇത് എല്ലായിടത്തും സൈഡിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിരിക്കാമേ. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നോക്കി നോക്കൂ, നമ്മുടെ അവലിലെ വെള്ളം എല്ലാം നല്ലോണം വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല നല്ല തുറ നമ്മുടെ അവല് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവലിവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ട് റെസിപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ അവലിലോട്ട് നമുക്ക് അവലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയം തന്നെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി അടുത്ത് നമ്മുടെ പാൻ വെച്ച് അതിലേക്ക് ഞാൻ എന്താ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, അതിനോടൊപ്പം ഞാൻ എന്താ കുറച്ച് കപ്പലണ്ടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് പോലെ നമുക്ക് ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ കപ്പലണ്ടിയും കൂടി ആഡ് ചെയ്ത് നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും നമ്മുടെ ഉഴുന്നും എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ബീൻസോ എന്തുണ്ടെങ്കിലും തന്നെ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിച്ചതിന് 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മുട്ട ഇഷ്ടമില്ല വേണ്ട എന്നുള്ളവർക്ക് ഈ സമയത്ത് നമുക്ക് ഈ മുട്ട ആഡ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ദാ ഇവിടെ 2 മുട്ടയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 2 മുട്ട ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട നല്ലോണം ഒന്ന് നമ്മുടെ മുട്ട എന്താണ് ഒരു തോരൻ്റെ പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഇതിലേക്ക് അവൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ റെസിപ്പി ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ മുട്ട ആഡ് ചെയ്തോളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം എന്താ വെന്ത് ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ. ഇനി നമുക്ക് നമ്മുടെ എന്താണ് ക്യാരറ്റും ബീൻസും ഒക്കെ നമ്മുടെ ക്യാരറ്റും എന്താണ് നമ്മുടെ മുട്ടയും നമുക്കെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ അവല് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അവലും കൂടെ എല്ലാം കൂടെ ഒന്ന് തട്ടിക്കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാമേ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള, ടേസ്റ്റി എന്ന് മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് നല്ല തുറാന്നിരിക്കുന്ന അവലായതുകൊണ്ടും
ഇതിലെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അവർക്ക് നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചൂടോട് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. അവർക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണേ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദാ അവല് തട്ടിക്കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാരറ്റും മുട്ടയും കപ്പലണ്ടിയും ഇതെല്ലാം ഹെൽത്തി ആണല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ ദാ കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്ത് അതും കൂടെ ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.